നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം നമ്മുടെ ശരീരം അത്ഭുതകരമായി ചിലത് ചെയ്യുന്നു. ആമാശയത്തിനുള്ളിൽ വെച്ച് ഭക്ഷണം വിഘടിക്കപ്പെടുന്നു. ചെറിയ പഞ്ചസാര തരികൾ രക്തത്തിലേക്ക് ഒഴുകുന്നു. ആ പഞ്ചസാരയെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ പാൻക്രിയാസ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നു. ഇൻസുലിനെ പഞ്ചസാരയ്ക്ക് കോശങ്ങളിലേക്ക് കടക്കാൻ വാതിൽ തുറക്കുന്ന ഒരു സഹായിയായി കരുതുക. അവിടെ അത് ഊർജ്ജമായി മാറ്റപ്പെടുന്നു. എന്നാൽ ആധുനിക ഭക്ഷണം വേഗത്തിലാ വരുന്നത്, വളരെ വേഗത്തില്. പഞ്ചസാര കൊതിച്ചു വരുമ്പോ ഇൻസുലിനും വേഗത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നു. കാലക്രമേണ കോശങ്ങൾ തന്നിരുന്നു. അവ ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാതാടുന്നു. കോശങ്ങളുടെ വാതിലുകൾ സാവധാനത്തിലാവും. ചില വാതിലുകൾ തുറക്കുന്നില്ല. ഇത് കോശത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. ഒരു ദിവസം പാൻക്രിയാസിന് ഇതിനൊപ്പം എത്താൻ കഴിയാതെ വരുന്നു. പഞ്ചസാര രക്തത്തിൽ തന്നെ അവശേഷിക്കുന്നു. ഈ സമയത്താണ് പ്രമേഹം പ്രത്യക്ഷപ്പെടുന്നത്. പ്രശ്നമുണ്ടാകുന്നതുവരെ നമ്മൾ കാത്തിരിക്കണോ, അതോ പ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു നിത്യസഹായിയെ തെരഞ്ഞെടുക്കണോ? ഐകോഫി നിർമ്മിച്ചിരിക്കുന്നത് സലാസിയ ഉപയോഗിച്ചാണ്. ആരോഗ്യകരമായ ഉപാപചയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു ആയുർവേദ സസ്യമാണിത്. പഞ്ചസാര സാവധാനം ഉയരുമ്പോൾ ഇൻസുലിൻ പരിഭ്രമിക്കേണ്ടതില്ല. ശരീരം ശാന്തമായി വിജുന്നു. ഇത് പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല, ഇത് ആഘാതം കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. പ്രശ്നങ്ങൾ ഒഴിവാക്കാനായില്ല, തിരിച്ചു പോരാടാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നതാണ് പ്രധാനം.